നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ സ്റ്റൂ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വെളിച്ചെണ്ണ വെച്ച് ഞാൻ ഒരു കറുവാപ്പട്ട ഒരു കഷ്ണം, ഏലക്കായ, കരയാമ്പൂവ്, തക്കോലം അതൊക്കെ ഒരു 2-3 പീസും, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതായപ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അല്ലാണ്ട് സബോളയൊന്നും കളറ് മാറിപ്പോകരുത്, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഗ്രീൻ ബീൻസും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റാണ് അതിലേക്ക് ഒരു 4 ക്യാരറ്റ് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ട് ഇതൊന്ന് ചെറിയൊരു പകുതി വേവായി കിട്ടണം. അല്ലാണ്ട് കളറൊന്നും മാറിപ്പോകരുത്, അങ്ങനെ എടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസും ഉരുളൻകിഴങ്ങും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചക്കുത്ത് വരും വെളുത്തുള്ളിയുടെ, അപ്പോൾ ഇല്ല എന്നാണ് പറയില്ല. ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ഉരുളൻകിഴങ്ങും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒരു പകുതി വെന്തോളും. അതേസമയം കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടും വേണം. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നാളികേരമാണ് ഞാൻ ഇതിനെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടിയിട്ട് നമുക്ക് വേവിക്കാം. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് പാകമാണ്. ഞാനത് ഉരുളൻകിഴങ്ങും മറ്റേ ഗ്രീൻ ബീൻസും വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് ഇതിലിപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വെന്തുടഞ്ഞ് പോകാൻ പാടില്ല കഷ്ണങ്ങളൊന്നും, എല്ലാ കഷ്ണങ്ങളും കാണണം, അതുപോലെ എടുക്കാം. ഇതിലിനി നമുക്ക് തമ്പാലൊഴിക്കാം. പിന്നെ തീ ഓഫ് ചെയ്യുക. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഇതിലത്തെ ചൂട് കൊണ്ട് വേണം ഇതായി കിട്ടാൻ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇടണമെന്നൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി തീ ഇതാക്കൊന്നും വേണ്ട, നമുക്കിങ്ങനെ തന്നെ മതി. മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വളരെ ടേസ്റ്റിയായ സദ്യ സ്പെഷ്യൽ സ്റ്റൂ കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.
കട്ടിയൊക്കെ ഇത്ര തന്നെ. ഈ കട്ടി ഇനി ഇരുന്നൊന്ന് കുറുതാവും. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് കുറുതായി വരും, പാകത്തിനായി വരും.